കാർത്തിക, രോഹിണി, മകയിരം, അശ്വതി, ഭരണി, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ 24-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേക ദിവസങ്ങളിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ചില നക്ഷത്രക്കാരിൽ അപൂർവമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നത് ജ്യോതിഷത്തിലെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വസ്തുതയാണ്. മാത്രമല്ല, നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലുമായി അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഓരോ സമയങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നത്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി വയ്ക്കുവാനോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി നേരെ മറിച്ച് മറ്റു ചില സമയങ്ങളിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിറയുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വേഗത്തിൽ തന്നെ പൂർണ്ണത കാണുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഗ്രഹനിലയ്ക്കനുസരിച്ചും നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തിനനുസരിച്ചുമായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മാത്രമല്ല, അതിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഇനി നേരെ മറിച്ച് ദോഷകരമായ സമയം തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ദുഃഖങ്ങളും പരാജയങ്ങളുമായിരിക്കും അനുഭവത്തിൽ വരിക. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ 24-ാം തീയതി ബുധനാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും സരസ്വതി യോഗമാണ് തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു യോഗം നിങ്ങളിൽ തെളിയുന്നതോടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്നതാണ് സത്യം. അപ്പോൾ സരസ്വതി യോഗം ശ്രദ്ധിക്കുന്നതിലൂടെ ഈ ജൂൺ 24-ാം തീയതി ബുധനാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂൺ 24-ാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന സരസ്വതി യോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾ ഒരു വല്ലാത്ത തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മാത്രമല്ല, എത്രയൊക്കെ ചിന്തിച്ചിട്ടും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനും നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. മാത്രമല്ല, ആ ഒരു പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ മറ്റൊരു വ്യക്തിയുമില്ല എന്നതും നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളോ വ്യക്തിബന്ധങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്ന വിള്ളലുകളോ കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളോ എന്തുമാകാം. എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് നടുവിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥ അനുഭവിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾക്ക് മഹാഭാഗ്യവുമായാണ് ഈ ജൂൺ 24-ാം തീയതി ബുധനാഴ്ച നിങ്ങളിൽ സരസ്വതി യോഗം തെളിയുന്നത്. അതായത് ആരും സഹായിക്കുവാൻ ഇല്ലാതിരുന്ന ചില വ്യക്തികളെ സഹായിക്കുവാനായി ഭാഗ്യം എത്തുന്ന തരത്തിലാണ് ഈ ഒരു സമയം ഫലപ്രകാരം തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി
ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾ വല്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ച ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് പോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥയാണ് വളരെ കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പോലും ആ ഒരു സമയത്ത് നിങ്ങളെക്കൊണ്ട് കടം വാങ്ങിക്കുക എന്നതല്ലാതെ മറ്റൊരു നിവർത്തിയില്ല. അങ്ങനെ കടം വാങ്ങി ഇപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് അറിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ഇടവം രാശിക്കാരിൽ പലരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് പരിഹാരം കാണുവാൻ തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുവാനും നിങ്ങളെക്കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇത്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാൻ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടാവുകയും അതുപോലെ തന്നെ അനാവശ്യ ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ഇതിൽ ചില ഇടവം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതായത് മാറി ആശുപത്രി കയറിയിറങ്ങി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന തുക വളരെ വലുതാണ്. എന്നാൽ ഈ സരസ്വതി യോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ജൂൺ 24 ബുധനാഴ്ചയോടെ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കർമ്മമേഖലയിലും ചില പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അധ്യായം കാണുന്നതിൽ ചില കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തന്നെ തീരെ മനസ്സില്ലാതെയാണ്. കാരണം അവിടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത മാനസിക സമ്മർദ്ദവും ഒരു തരത്തിലുള്ള പ്രചോദനവും ലഭിക്കാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ്. മാത്രമല്ല നിങ്ങൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും നിങ്ങൾ സംതൃപ്തരല്ല. അതിനാൽ തന്നെ ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുകയും മറ്റൊരു ജോലിയിലേക്ക് എത്തിപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇതിലുണ്ട്. എന്നാൽ ഇത്രയും കാലം നിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിൽ തടസ്സങ്ങളും പരാജയങ്ങളുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സരസ്വതി യോഗം നിങ്ങളിൽ തെളിയുന്ന ജൂൺ 24 ബുധനാഴ്ചയോടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉയർച്ചകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും. ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ഇടവം രാശിക്കാർ മറ്റുള്ള ചില കാര്യതടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത തടസ്സങ്ങൾ ഉണ്ടാവുകയും വിവാഹം നടക്കുമോ എന്ന് പോലും ഭയക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന സമയമാണ് ഇതോടെ തെളിയുന്നത്. മാത്രമല്ല ഈ സരസ്വതി യോഗം സിദ്ധിക്കുന്ന ജൂൺ 24 ബുധനാഴ്ച എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ശുഭകാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്യുവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ഒരു ദിവസം ഉണ്ടാകില്ല. ഇനി രണ്ടാമതായി ഈ ജൂൺ 24 ബുധനാഴ്ച തെളിയുന്ന സരസ്വതി യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകൾക്ക് ശേഷം
നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ദിവസമായിട്ടാണ് ഈ ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും കുറച്ച് നാളുകളായി ജീവിതം ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്ത് ഒരേ രീതിയിലുള്ള പ്രതിസന്ധികളെ മറികടക്കുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചില മേടം രാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ചില പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. അതായത് വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ സമാധാനമില്ല. മാത്രമല്ല ദാമ്പത്യ ജീവിതം വരെ എന്താകുമെന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഏതൊക്കെയോ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന മേടം രാശിക്കാർ ഉള്ളത്. അതായത് മറ്റെന്തോ ഒരു ദോഷം നിങ്ങളുടെ കുടുംബത്തെ തന്നെ ബാധിച്ച അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പോക്ക്. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അപ്രത്യക്ഷമാവുന്ന ഒരു സമയമായിരിക്കും ഈ സരസ്വതി യോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ജൂൺ 24 ബുധനാഴ്ച അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ എല്ലാ തടസ്സങ്ങളും നീങ്ങി പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ കൊണ്ടും മറ്റുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ടും പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ചില മേടം രാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു പ്രതിസന്ധി പൂർണ്ണമായി ഇല്ലാതാവുന്ന ദിവസമായിരിക്കും ഇത്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ജൂൺ 24 ബുധനാഴ്ച എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും. അതായത് ഇതുവരെ പഠന കാര്യങ്ങളിലും മറ്റുള്ള കലാകായിക രംഗത്തും അത്ര താല്പര്യമില്ലാതിരുന്ന കുട്ടികൾക്ക് പോലും ഈ സരസ്വതി യോഗം കൊണ്ട് കൂടുതൽ മികവ് പുലർത്തുവാൻ കഴിയുകയും പല വിജയങ്ങളും സ്വന്തമാക്കണമെന്നുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഫലപ്രകാരം കാണുന്നതനുസരിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിലവിൽ ഈ അധ്യായം കാണുന്ന സമയത്ത് പോലും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് മറ്റൊന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ മതിയായിരുന്നു എന്ന് വരെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ ചില വീടുകളിൽ മേടം രാശിയിൽ പിറന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നത്. എന്നാൽ കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഈ സരസ്വതി യോഗം തെളിയുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ മാറ്റം ഉണ്ടാവുകയും പൂർണ്ണ ആരോഗ്യത്തോടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള യോഗം തെളിയുകയും ചെയ്യും. ഇനി മേടം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് മക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും ജീവിതത്തിലെ ചില അവസ്ഥകളെപ്പറ്റി ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത വേവലാതിയാണ്. എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന മക്കളുടെ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങളെക്കൊണ്ട് കാണുവാൻ കഴിയും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വിവാഹം, പഠനം, ജോലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ എത്രയൊക്കെ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളുടെ മക്കളെങ്കിലും ഇനി ആ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നതാണ് സത്യം. ഇനി മേടം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഈ സരസ്വതി യോഗം തെളിയുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകുവാൻ പോകുന്ന സമ്പൽ സമൃദ്ധി വളരെ വലുതായിരിക്കും.
ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂൺ 24 വ്യാഴാഴ്ച മേടം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമാണ്. ഇനി അടുത്തതായി ഈ ജൂൺ 24 ബുധനാഴ്ച തെളിയുവാൻ പോകുന്ന സരസ്വതി യോഗം കൊണ്ട് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കാണുന്ന കുംഭം രാശിയിൽ പിറന്ന പല വ്യക്തികളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കുവാൻ തന്നെ ഭയമാണ് എന്നതാണ് സത്യം. കാരണം അത്രയേറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് നടുവിൽ പലപ്പോഴും നിങ്ങൾ ഇവിടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഉടനടി ഉണ്ടാക്കേണ്ട ചില സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ. കാരണം പല സ്ഥലത്തു നിന്നും കടം വാങ്ങി ഇപ്പോൾ കടം ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഏതൊക്കെയോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ളത്. എന്നാൽ ഈ ജൂൺ 24 ബുധനാഴ്ച നിങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലാണ് ഈ സരസ്വതി യോഗം നിങ്ങൾക്ക് തുണയായി എത്തുന്നത്. ഇതിൽ തന്നെ ചിലർക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന ചില പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയായിട്ടാണ് ഈ സരസ്വതി യോഗം നിങ്ങളിൽ തെളിയുന്ന ജൂൺ 24 ബുധനാഴ്ച കാണപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനുള്ള തീരുമാനം നിങ്ങളെക്കൊണ്ട് എടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ദിവസവും കൂടിയായിരിക്കും ഇത്. ഇനി ഇതിൽ എല്ലാം ഉപരിയായി അന്നേ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ ഉതകും എന്ന കാര്യം അച്ചിട്ടാണ്. മാത്രമല്ല, ഈ സരസ്വതി യോഗം ഭാഗ്യമായി തെളിയുന്ന ജൂൺ 24 ബുധനാഴ്ച ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദൂരയാത്ര ചെയ്യുവാനുള്ള യോഗമുണ്ടാവുകയും ആ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാന മാറ്റം കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി എന്തു പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള ശത്രുദോഷം ബാധിച്ചിരിക്കുകയാണ്. അതായത്, നിങ്ങൾ ആർക്കും ഒരു ശല്യത്തിനും പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ നടുവിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളത്. അതായത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കുവാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സരസ്വതി യോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിൽ തെളിഞ്ഞും മറഞ്ഞുമിരുന്ന് നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്ന സമയവുമായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ഈ ശത്രുദോഷത്തിൻ്റെ കാഠിന്യം നിങ്ങളിൽ നിന്ന് അകലുകയും അതിലൂടെ പല ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും എന്നതും ഫലപ്രകാരം വ്യക്തമാണ്. ഇനി അതുകൂടാതെ തന്നെ ഈ സരസ്വതി യോഗം നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ജൂൺ 24 ബുധനാഴ്ച ഇന്നത്തെ ഈ അധ്യായം കാണുന്ന കുംഭം രാശിക്കാരിൽ ശത്രുദോഷം അനുഭവിക്കുന്ന വ്യക്തികൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പരിഹാരം ഈ അധ്യായത്തിൻ്റെ അവസാനം നാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത്, ആ ഒരു പരിഹാര കർമ്മം അന്നേ ദിവസം, അതായത് ജൂൺ 24 ബുധനാഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് തിരിച്ചടി ഇരട്ടിയായി ലഭിക്കും എന്ന കാര്യം അച്ചിട്ടാണ്. ഇനി ഈ ജൂൺ 24 ബുധനാഴ്ച ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും
കുംഭം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളിൽ തെളിയുന്ന സരസ്വതി യോഗം കൊണ്ട് ഈ ജൂൺ 24 ബുധനാഴ്ച വളരെ മികച്ച ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്ന കാര്യം അച്ചിട്ടാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.